പത്തനംതിട്ടയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കൂട്ടിയിടിച്ച് 16 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സും തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് വരികയായിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, 2 കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കൂട്ടിയിടിച്ച് 16 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ആരുടെയെങ്കിലും പരിക്ക് ഗുരുതരമാണോ? വിശദാംശങ്ങൾ എങ്ങനെ? അവിടെ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ചെങ്കിൽ ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല. കെ.എസ്.ആർ.ടി.സിയിലെ ഡ്രൈവർമാർക്കാണ് കാര്യമായ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇരുവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 16 പേർക്കാണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത്. 35ഓളം ആളുകൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്നാൽ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ തന്നെ പ്രാഥമിക പരിശോധന നടത്തി ഈ ആളുകളെ തിരിച്ച് വിട്ടയക്കാൻ തന്നെയാണ് ആശുപത്രികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഡ്രൈവർമാർക്ക് തുടർന്നും ചികിത്സ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പരിക്ക് അവർക്ക് കൈകാലുകൾക്ക് ഒടിവ് സംഭവിച്ചുവെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവശ്യമെങ്കിൽ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് മാറ്റുകയും ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് 3:30 കൂടിയാണ് പത്തനംതിട്ട കൈപ്പറ്റൂർ വെച്ച് കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ തമ്മിൽ കൂട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോകുന്ന ബസ്സും പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ബസ്സുമായിട്ട് തന്നെയാണ് കൂട്ടിയിരിക്കുന്നത്. ഇതിൽ ബസ്സിലെ ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അപകടമുണ്ടായ ഉടൻ തന്നെ ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പും പോലീസൊക്കെ എത്തി തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഏറെ ശ്രമകരമായ ദൗത്യത്തിനുള്ളിലാണ് ഇവരെ വാഹനത്തിൽ പുറത്തിറക്കാൻ സാധിച്ചത്. പിന്നീട് ഉടൻ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആവണി. ശരി, പത്തനംതിട്ടയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കൂട്ടിയിടിച്ച് 16 പേർക്ക് പരിക്കേറ്റു. നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല.